ഗ്ലാമി ഗംഗ എന്ന് പറയുമ്പോൾ സ്വന്തം പ്രയത്നത്തിലൂടെ ഉയർന്നു വന്ന ഒരു യൂട്യൂബറാണ്, സമ്മതിച്ചു. അവരുടെ രൂപം തന്നെ അവർ മോൾഡ് ചെയ്ത് യൂട്യൂബറായി വളരുന്നതോടൊപ്പം അവരുടെ ചുണ്ടിൽ സർജറി, തരം ഫേഷ്യലുകൾ, മൈക്രോ ബ്ലേഡിങ്, പല്ല് കെട്ടി ഭംഗിയാക്കുക, അങ്ങനെ അവർ പുതിയൊരു രൂപത്തിലായി അവരുടെ ചാനൽ വളർന്നു. അവർ വിവാഹം കഴിച്ചു. ഈയിടെ വിവാഹം കഴിച്ചപ്പോഴേ അവരുടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ സ്വീകരണം പോരാ, അവർക്ക് കിടക്കാനായിട്ട് മോശം റൂമാണ് കൊടുത്തത്. എൻ്റെ കുട്ടികളെ അവരുടെ ഭർത്താവിൻ്റെ രണ്ടാമത്തെ വിവാഹം കഴിച്ച ഭാര്യയാണ് അവർ. അവരുടെ ഭർത്താവിൻ്റെ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്കതൊരു പുതുമയല്ല. മാത്രമല്ല അതിലൊരു മകളും ഉണ്ട്. അപ്പോൾ അവരുടെ മനസ്സിലൊക്കെ ആ മകളോടും ആദ്യ ഭാര്യയോടും ഉള്ള സ്നേഹം എന്തൊക്കെയായാലും അവിടെ ഉണ്ടാവും. ഇവരൊരു ഗ്യാങ് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്ന് ഇയാളുമായിട്ട് ഗ്ലാമി ഗംഗ പ്രണയത്തിലാവി, അത് വിവാഹത്തിലെത്തുകയും ഈ വിവാഹിതനാണ്, ഒരു മകളുടെ അച്ഛനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ പ്രണയത്തിലാവുന്നതും വിവാഹം കഴിക്കുന്നതും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് അവർ സാധാരണ ഒരു കുട്ടി വിവാഹിതയാവുന്ന ആ ഒരു പുതുമോടിയിലല്ല അവർ ജീവിക്കുന്നത്. അവർ ഇതെല്ലാം അറിഞ്ഞ് അവർ പൈസ കൊടുത്ത് വാങ്ങിച്ച പോലെ, അല്ലെങ്കിൽ സ്വന്തം ഫ്രണ്ടിനെ ഭർത്താവാക്കിയതാണ്. ആ ദാമ്പത്യത്തിൽ ഒരിക്കലും ഒരു ഭർത്താവിൻ്റെ വോയിസ്, ഇപ്പോൾ പണിയെടുത്ത് കൊണ്ടുവന്ന് ഭാര്യയെ സംരക്ഷിക്കുന്ന ഒരു ഭർത്താവിൻ്റെ വോയിസോ തൻ്റെയോ ഒന്നും അപ്പുറത്തുള്ള ആളുടെ നിന്ന് പ്രതീക്ഷിക്കേണ്ട. ഗ്ലാമിയാണ് ഗ്ലാമിയുടെ ജീവിതത്തിൻ്റെ ഉടമസ്ഥ. ഈ ഗ്ലാമിയുടെ ജീവിതം ഒരു 2 പിള്ളേരായി കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും ആവില്ല. ഭർത്താവാക്കിയ അവരുടെ ആ ഫ്രണ്ട് തന്നെ അവർക്കൊരു ബാധ്യതയാവാനുള്ളൊരു ചാൻസ് ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭർത്താവിൻ്റേതായിട്ട് രാവിലെ എണീറ്റ് ജോലിക്ക് പോകണ്ട, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അവർ നേരിട്ട് വീഡിയോയിൽ വന്ന് ഭാര്യയുടെ ഒപ്പം ഇരിക്കുക, ഭാര്യ പറയുന്ന പൊള്ളത്തരങ്ങൾക്കൊക്കെ ഹാ 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 എന്ന് പറഞ്ഞ് തലാട്ടുക. പിന്നെ ഗ്ലാമിക്കൊക്കെ ഈയിടെയായിട്ട് കുറച്ചും കൂടി കൂടുതൽ അങ്ങനെ എന്താ പറയുക, ഒരു കപടതയായി, ഒരു ഫേക്ക് ലേഡിയായി പോലെ എനിക്ക് തോന്നിയിട്ടാണ്. കാരണം പൈസ ഇപ്പോൾ ഈ മാസം തന്നെ അവർക്ക് ഏകദേശം ഒരു 10 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പൈസ മനുഷ്യരിൽ വരുന്ന മാറ്റങ്ങളാണ്. ഇനിയിപ്പോൾ ഈ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ മണ്ടന്മാരാക്കിയിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് തുടരാം എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും അവരുടെ ആ ഒരു ചാനലിൻ്റെ പോക്ക്. എന്തായാലും 2 പിള്ളേരായി കഴിഞ്ഞാൽ ഈ സംഗതികളൊക്കെ മാറൂട്ടാ. അവിടെ എന്താവും, ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ കൂടും. അമ്മ അനിയത്തി എന്നുള്ള ആ ഒരു പ്രാരാബ്ദം കൂടി വലിക്കുമ്പോൾ അതിനെതിരെ അപ്പുറത്തുള്ള ആൾ ശബ്ദിക്കും. ഈ 2 പിള്ളേരെ ആയിക്കഴിഞ്ഞാൽ ഈ പുതുമോടിയും ഈ ഡാ പോട ഹായ് ഡാ എന്നൊക്കെ പറയുന്നത് മാറും. അപ്പോൾ കൂടുതൽ വരുമാനം വേണ്ടി വരും. ഇത് ഗ്ലാമറുള്ള ഗംഗയായാലും 2 പിള്ളേരുടെ അമ്മയായി കഴിഞ്ഞാൽ ഇത്തിരി ഗ്ലാമറൊക്കെ കുറയും. ജീവിതമാണെങ്കിലോ പ്രാരാബ്ദമുള്ളതാവും. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരും. സ്വാഭാവികമായിട്ട് അടിയുണ്ടാവും. ഗംഗയെ സംബന്ധിച്ചിടത്തോളം ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും വേണ്ടായിരുന്നു. അവരിത്രയും അധ്വാനിച്ച് സ്വന്തം ജീവിതം മോൾഡ് ചെയ്ത് കഴിയുമ്പോൾ അവരെ ഈ മനസ്സിലാക്കുന്ന, അവരുടെക്കാളും മുകളിൽ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും സാമൂഹികമായിട്ടും നിൽക്കുന്ന ഒരു ബന്ധമായിരിക്കും അവർക്ക് എന്നും ഉതകുക. നാളെ ഇവരുടെ യൂട്യൂബ്, ഈ ചാനൽ, ഈ ഗ്ലാമർ ഒക്കെ പോയി ഇവർ 2 പിള്ളേരായിട്ട് വീട്ടിൽ ഒതുങ്ങുമ്പോൾ അവിടെ പ്രൊട്ടക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരാളായിരുന്നു ശരിക്കും.